നാരായണ നാരായണ. ഓം. ശ്രീമദ്ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം ദ്വിതീയ സ്കന്ധം തുടങ്ങുന്നു. ദ്വിതീയ സ്കന്ധത്തിൽ 10 അധ്യായങ്ങളാണ് ഉള്ളത്. ആരാണ് വക്താവ് എന്ന് വിസ്തരിച്ച് പറയുന്നത് സ്വതേ ഈ അധ്യായത്തിലാണ്. എവിടെ നിന്നാണ് ഭാഗവതം വന്നത് എന്ന് പറയുന്നത്. പ്രപദം, ഞെരിയാണി, കണങ്കാല്, കാൽമുട്ട് ഇങ്ങനെയുള്ള ഓരോന്നോരോന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാഗവതത്തിനെ 12 അവയവങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കാലിൻ്റെ തള്ളവിരൽ അല്ലെങ്കിൽ കാലിൻ്റെ അടിഭാഗം അത് ഒന്നായിട്ട് എടുക്കുക. പിന്നെ ഞെരിയാണി, കാൽമുട്ട്, മൂലദേശം, ലിംഗം, നാഭി, ഹൃദയം, തൊണ്ട, അണ്ണാക്ക്, മൂക്ക്, ഭ്രൂമധ്യം, മൂർധാവ് ഇങ്ങനെ 12 അവയവങ്ങളായിട്ട് 12 സ്കന്ധങ്ങളെ പറഞ്ഞിരിക്കണം. ഈ 12 അവയവങ്ങൾ ഭഗവാന്റേതായിട്ടുള്ള 12 അവയവങ്ങളായിട്ടാണ്. നമ്മുടേതാവുമ്പോൾ ലേശം വ്യത്യാസങ്ങൾ വരും. എന്നാൽ നമ്മുടെ തന്നെയല്ലേ, നമ്മുടെ തന്നെയാണ്. ഇനി ചില കാൽക്കുലേഷൻസിൽ വ്യത്യാസം ഉണ്ടാവുണ്ട. അപ്പോൾ ഇത് 2ാമത്തെ സ്കന്ധമാണ്. ഇതിൽ 10 അധ്യായങ്ങളാണ് ഉള്ളത്. പരീക്ഷിത് രാജാവ് ചോദിക്കുന്നത് ശ്രീശുക ബ്രഹ്മർഷിയോടാണ്. നിത്യം മരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം? അപ്പം അതിന് സദാസേവ്യ ഭഗവാനോട് എപ്പോഴും ഒരു പ്രതിപത്തിയോട് കൂടിയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അത് വേണം എന്നാണ്. എപ്പോഴും ഹരിസ്മൃതി ഉണ്ടാവണം. അത് അന്തേ നാരായണ സ്മൃതി കിട്ടുവാനാണ്. അത് മുക്തിക്ക് കാരണമായിട്ട് തീരും. ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ എങ്ങനെയാണ് എപ്പോഴും നാരായണനെ നമുക്ക് സ്മരിക്കാൻ സാധിക്കുക? എല്ലാവരിലും എല്ലാറ്റിലും ചേതനത്തിലും അചേതനത്തിലും ഭഗവാനെ കാണാനുള്ള ഒരു വിദ്യയെ നേടുമ്പോഴാണ് കാണുന്നതൊക്കെ ഈശ്വരനായിട്ട് കാണാൻ എപ്പോഴാണോ സാധിക്കുന്നത് അപ്പോഴേ നമുക്ക് ഹരിസ്മൃതി സദാസമയത്തും വരുള്ളൂ. അതിനെ ഒന്ന് ഉറപ്പിക്കുകയാണ്. സ്ഥൂലരൂപിയായിട്ടുള്ള ഭഗവാനെ ആദ്യം ധ്യാനിക്കൂ. അത് ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞു. 2ാമത്തെ അധ്യായത്തിൽ സൂക്ഷ്മരൂപിയായിട്ടുള്ള ഭഗവാനെ ധ്യാനിക്കൂ. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ള ബിംബം പോലെയുള്ള ഒരു സങ്കല്പം, നമ്മുടേതായിട്ടുള്ള രൂപം, അതിനെ ബിംബമാക്കി വലുതാക്കി അതേപോലെ അലങ്കാരങ്ങൾ എത്രത്തോളം കൂട്ടി സുന്ദരമാക്കി ആകർഷകമാക്കി. അപ്പോൾ നമ്മിൽ തന്നെയാണ് ഈ ഈശ്വരഭാവം ഉള്ളത് എന്നുള്ളത് പ്രതീകം ഈ രൂപ വിവരണം ഇപ്രകാരത്തിലാക്കി. അപ്പോൾ അതിനെ ഏറ്റവും ബൃഹത്താക്കി, ശുദ്ധമാക്കി, ആകർഷകമാക്കി, ഇങ്ങനെ എപ്പോഴും ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട്. അപ്പോൾ നമുക്ക് കാണുന്നതിലൊക്കെ ഒരു നാനാത്വം കാണാൻ സാധിക്കും. സസ്യങ്ങളായാലും മൃഗങ്ങളായാലും മനുഷ്യരായാലും അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ള പലതായിട്ടും, പിന്നെ ഭൂമിയായിട്ടും ഊർധ്വലോകം എന്ന് വെച്ചാൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ അന്തരീക്ഷമുണ്ട്, വായുമണ്ഡലമുണ്ട്, സൂര്യചന്ദ്ര നക്ഷത്രാദികളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ ഈശ്വരനെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ അങ്ങനെ ഒരു ജ്ഞാനം കിട്ടിയാൽ മാത്രമേ സാധിക്കൂ. അതിന് ശ്രീശുക ബ്രഹ്മർഷി ആദ്യമേ തന്നെ കാണിച്ചു തരുന്നത്, ആദ്യം നിങ്ങൾ കണ്ണും ചെവിയും ഒന്ന് തുറന്നിരിക്കൂ. കാണുന്നതിൽ മുഴുവനെ, അനുഭവിക്കുന്നതിൽ മുഴുവനെ ഈശ്വരനെ കാണൂ. ശ്വാസം വലിക്കുന്നത് കാറ്റാണല്ലോ, ആ കാറ്റ് ഈശ്വരനാണ്, പ്രാണൻ ഈശ്വരനാണ്. വെള്ളം കുടിക്കുന്നത് വെള്ളം ഈശ്വരനാണ്. ആഹാരം കഴിക്കുന്നത് ആഹാരം ഈശ്വരനാണ്. കിടക്കുന്നത് ഈ ഭൂമി, അത് ഈശ്വരനാണ്. ഇങ്ങനെ പഞ്ചഭൂതം തൊട്ടുള്ള സകലതും ഈശ്വരനാണ്. ആകാശത്തേക്ക് നോക്കി ആകാശം ഈശ്വരനാണ്. നമുക്ക് ആഹാരം തരുന്നതായിട്ടുള്ള ഈ സസ്യജാലങ്ങൾ ഈശ്വരനാണ്. ഇങ്ങനെ ഈശ്വരനെ കാണാൻ സാധിക്കണം എന്നാണ് ആദ്യമേ തന്നെ പറയണത്.
നമുക്കതിലൂടെ ഒന്ന് കടന്നു പോവാം. പിന്നെ പേടിച്ചത് 7 ദിവസമേ അങ്ങക്ക് ആയുസുള്ളൂ എന്നാണ്. അങ്ങ് പേടിക്കുകയേ വേണ്ട. ഒരു മുഹൂർത്തം കൊണ്ട് ഭഗവാങ്കലെത്താൻ സാധിക്കും. അര വർഷം കൊണ്ട്, അതായത് 6 മാസം കൊണ്ട് ഭഗവാൻ ധ്രുവനെ രക്ഷിച്ച കൂട്ടത്തിൽ, അരയാമം കൊണ്ട് പിങ്കളയെ രക്ഷിച്ച കൂട്ടത്തിൽ, ഒരു നമസ്കാരം കൊണ്ട് മഹാബ്രാഹ്മണനെ രക്ഷിച്ച കൂട്ടത്തിൽ ധാരാളമുണ്ട് ഉദാഹരണങ്ങൾ. അപ്പോൾ ആയുസ്സിനെ പറ്റി പേടിക്കേ വേണ്ട. അങ്ങക്ക് 7 ദിവസം ആയുസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങയെ രക്ഷിക്കാൻ ഈ 7 ദിവസം കൊണ്ട് ഭാഗവതത്തെ കേട്ടാൽ മതി, ഭഗവാന്റെ ഈ കഥകളെ കേട്ടാൽ മതി, ഹരിസ്മൃതി വന്നോളും. ഹരിസ്മൃതി ആണ് ആപത്തിന് പരിഹാരമായിട്ട്. വിസ്മരണം വിഷ്ണോഹോ, ആപത്തെന്താണ്? ഭഗവാനെ മറക്കുക എന്നതാണ്. തത് സമ്പത്തി, അത് ഹരിസ്മരണമാണ്. അപ്പോൾ വിഷ്ണുവിനെ സ്മരിക്കുന്നതാണ് സമ്പത്ത്, വിഷ്ണുവിനെ മറക്കുന്നതാണ് ആപത്ത്. ഇപ്പോൾ അങ്ങേക്ക് സംഭവിച്ചത് എന്താ? വിഷ്ണുവിനെ അരനിമിഷം മറന്നു, അതുകൊണ്ടാണ് ശാപം കിട്ടി. അപ്പോൾ ആ ശാപത്തിൽ നിന്ന് മുക്തിക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വിഷ്ണുവിനെ സ്മരിക്കുകയേ വേണ്ടു. തസ്മാൽ സർവാത്മനാ രാജൻ ഹരി സർവത്ര സർവദാ ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യോ ഭഗവാൻ നൃണാം. ഇതാണ് ശ്രീ ശിവബ്രഹ്മർഷി ഈ 2 അധ്യായങ്ങളെ കൊണ്ട് പറയണത്. അപ്പോൾ അതിലാദ്യം സ്ഥൂലരൂപത്തെ പറഞ്ഞു, രണ്ടാമത് സൂക്ഷ്മരൂപത്തെ പറഞ്ഞു. സ്ഥൂലരൂപം എന്നുള്ളത് ഈ പ്രപഞ്ചം, സൂക്ഷ്മരൂപം എന്നുള്ളത് നമ്മുടേതായിട്ടുള്ള ഒരു ശരീരം എന്ന് കൂട്ടുക. ഇപ്പോൾ സ്വതേ 2 അധ്യായം കൂടിയിട്ടായാൽ അത് ഒരു പൂർണ്ണമാവും. നമുക്ക് ഒരധ്യായം ഇപ്പോൾ വായിക്കാം. ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം ദ്വിതീയ സ്കന്ധം 1-ാം അധ്യായം. ഓം ശ്രീശുകനോദി പരീക്ഷിത്തിൻ സംശയം ഏറ്റം ഉചിതമായി ലോകഹിതങ്കരം നിത്യം മരിക്കുന്ന മർത്യർക്കു വേണ്ടത് നാരായണ സ്മൃതി തന്നെ കുരുദ്വഹാം. ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ചോദ്യകർത്താവിനെ പുകഴ്ത്തുക. അത് ലോകഹിതത്തിനാവുമ്പോൾ അതിനെ പരാമർശിക്കുക. ചോദ്യം എന്തായിരുന്നു? മരിക്കുന്നയാൾ നിത്യം മരിച്ചുകൊണ്ടിരിക്കുക, എന്താ ചെയ്യേണ്ടത്? നാരായണ സ്മൃതിയാണ് വേണ്ടത്. ആത്മതത്വത്തെ അറിയാൻ ശ്രമിക്കണം. ലൗകികർ ലക്ഷ്യം മറക്കുന്നു മൂഢരായി. രാത്രി ഉറങ്ങിയും ക്ലേശിച്ചഹസ്സിലും വ്യർത്ഥമാക്കുന്നു ദിനരാത്രം ഭോഗികൾ. ലക്ഷ്യം എന്നത് ഞാൻ ആര് എന്നുള്ളത് അറിയലാണ്. ഞാൻ ബ്രഹ്മാംശമായിട്ടുള്ള ജീവനാണ്, ജീവാത്മാവാണ്. ഇത് അറിയണം. ഇപ്പോൾ നമ്മൾ പറയണേ ഉള്ളൂ, പറഞ്ഞാൽ പോരാ, അനുഭവിച്ചറിയണം. നമ്മൾ പണിയെടുക്കുന്നുണ്ട്, രാത്രി ക്ഷീണിച്ച് ഉറങ്ങുന്നുണ്ട്. ഇതെല്ലാം ഭൗതികതയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിൽ ചില സമ്പാദ്യം നിന്ന് തെറ്റിദ്ധരിക്കുക. അതല്ല, ശരിക്കും സമ്പാദിക്കേണ്ടത് എന്താണ്? ഭഗവാനിലുള്ള ഭക്തിയെയാണ്, പുണ്യത്തെയാണ് നാം ആർജിക്കേണ്ടത്. അന്യമരണങ്ങൾ കണ്ടാലും തന്നെ മൃത്യു മറക്കുന്നു കർമ്മികളായവർ. കീർത്തിക്കണം നാമം ചൊല്ലണം വിഷ്ണുവിൻ രൂപവും ധാമവും ലീലയും ഓർക്കണം. അപ്പോൾ അവിടെ ധാരാളം ആളുകൾ ജനിക്കുന്നു, ധാരാളം ആളുകൾ മരിക്കുന്നു. നമ്മളത് കാണുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മരണമില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കണം. ഇപ്പോൾ അങ്ങേക്ക് ബോധ്യം വരാനുള്ള കാരണം എന്താ? ശാപം കിട്ടി. അപ്പോഴാണ് സദാസമയത്തും 5 കാര്യങ്ങൾ ഭഗവത് സ്മൃതിയിലുണ്ടായാൽ മതി. ഭഗവാന്റെ അവതാരാദി കാര്യങ്ങൾ, ഭഗവാന്റെ രൂപം, ഭഗവാന്റെ നാമം, ഭഗവാന്റെ ഈ ലീലകൾ, അതേപോലെ വൈകുണ്ഠം എന്ന ആ ധാമവും. രൂപം, നാമം, ലീല, ധാമം, ഭഗവത് അനുഗ്രഹമാകുന്ന ഭഗവാൻ ഭക്തന്മാരെ അനുഗ്രഹിക്കലാകുന്ന ആ ഗുണം, അതിനാണ് ഗുണം എന്ന് പറയാം. ഇവിടെ സത്വരജ തമോ ഗുണങ്ങളെല്ലാം അത് സ്മരിച്ചാൽ മതി. അപ്പോൾ മൃത്യുവല്ല അതിൻ കാരണം, പേടിയായി ദുഃഖമായി കാണും ശരീരമോഹി സ്ഥിരം. ചിത്തം ഹരിസ്മൃതി തന്നിലുറയ്ക്കണം, ഭാഗവതം ബ്രഹ്മസംഹിതം കേൾക്കണം. നമുക്ക് മരണത്തെയല്ല പേടി,
മരണത്തിൻ്റെ കാരണത്തെയാണ് പേടി. എത്ര കാലം കിടക്കേണ്ടി വരും, വേദന സഹിക്കേണ്ടി വരുമോ, മറ്റുള്ളവരാൽ കളിയാക്കപ്പെടുന്ന രീതിയിൽ ഹാസത്തോട് കൂടിയിട്ടുള്ള മരണമാകുമോ ഉണ്ടാവുക, ആത്മഹത്യ പോലെയുള്ള അപകട മരണങ്ങൾ പോലെയുള്ള അകാല മൃത്യു, അത്യധികം കിടന്നിട്ട് ഈ രോഗം ഒന്നും വയ്യാത്തൊരവസ്ഥയിൽ അതൊന്നും സഹിക്കാൻ വയ്യ നമുക്ക്. അപ്പോൾ ശരീരമോഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് സദാസമയത്തും മനസ്സ് ഭഗവാങ്കൽ ഉറച്ചിരിക്കണം. അതിന് ബ്രഹ്മാവിന് പോലും സമ്മതമായിട്ടുള്ള ഈ ഭാഗവതത്തെ കേട്ടാൽ മതി. സാഖ്യവും യോഗവും ധർമ്മം സ്വകർമ്മവും നാരായണനിലേക്ക് എത്താനായി കാണണം. വിഷ്ണു അവതാരത്തിൻ തത്വമറിയണം, ഓർക്കണം അന്ത്യത്തിൽ നാമരൂപങ്ങളും. ഈ ഭാഗവതത്തിലുള്ളതായിട്ടുള്ള കാര്യങ്ങൾ അതിൽ കർമ്മമാർഗം, ഭക്തിമാർഗം, ജ്ഞാനമാർഗം, സാഖ്യം, അതേപോലെ അഷ്ടാംഗയോഗം, അങ്ങോട്ട് എത്താനുള്ള മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വർണ്ണാശ്രമ ധർമ്മങ്ങൾ, അവനവൻ്റെ കർമ്മങ്ങൾ മുഴുവൻ ധാർമ്മികമായിട്ട് ചെയ്യുക, നാരായണനിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ലക്ഷ്യമാക്കുക. അതിന് ഭഗവാന്റെ ഈ അവതാരാദി കാര്യങ്ങളെ സ്ഥിരമായിട്ട് ഓർക്കണം. ബ്രഹ്മർഷികൾ സദാ ഓർക്കുന്നു വിഷ്ണുവേ, അങ്ങും സ്മരിക്കണം കൃഷ്ണനെ സർവദാ. തക്ഷകൻ 7-ാം ദിവസമെത്തും മുമ്പായി ഭാഗവതം കേട്ടും മുക്തനാകും ഭവാൻ. ഉറപ്പ് കൊടുക്കുകയാണ്. അതായത് മഹായോഗികൾ പോലും ഭഗവാനെ സദാസമയത്തും സ്മരിക്കുന്നത് പോലെ തന്നെ അങ്ങും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഭഗവാനെ സ്ഥിരമായിട്ട് സ്മരിച്ചോളൂ, ബാക്കിയൊന്നും ഇനി മനസ്സിൽ കയറ്റണ്ട. 7 ദിവസം കൊണ്ട് അങ്ങ് മുക്തനാകട്ടോ, ഉറപ്പ്, ഞാൻ ഗ്യാരണ്ടി. ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷിത് രാജാവിനോട് പറയാണ്. വേദേതിഹാസം പുരാണസാരം മഹത് വ്യാസൻ രചിച്ച ഹരിലീലാസംഗ്രഹം. നിർഗുണ ബ്രഹ്മമാം എന്നെ ആകർഷിച്ച കർമ്മമില്ലാത്ത ഞാൻ ശിഷ്യനായി വാഗ്മിയായി. ആദ്യം ശ്രീ ശുകബ്രഹ്മർഷി ആരാണ് എന്ന് പറയാണ്. എൻ്റെ അച്ഛനായിട്ടുള്ള വ്യാസൻ വേദം, ഇതിഹാസം, പുരാണം, ശാസ്ത്രം എന്നില്ല, ഏറ്റവും മഹത്തായിട്ടുള്ള എല്ലാം ലോകഹിതമായിട്ട് കൊടുത്തു. അതിൻ്റേതായിട്ടുള്ള മൊത്തം അറിവുകളുടെ സംഗ്രഹം ഭഗവത് ലീലയായിട്ട് ഒരു ഗ്രന്ഥം, അത് എന്നെ ആകർഷിച്ചു. ആ ഗ്രന്ഥമാണ് ഈ ഭാഗവതം. അതിൽ ഒരു കർമ്മവും ചെയ്യാത്തതായിട്ടുള്ള നിഷ്കർമ്മിയായിട്ടുള്ള ഞാൻ, നിഷ്കാമനായിട്ടുള്ള ഞാൻ ഇപ്പോൾ ഈ ഭാഗവതത്തെ പഠിക്കുക എന്ന കർമ്മത്തെ, ഭാഗവതത്തെ പ്രചരിപ്പിക്കുക എന്ന കർമ്മത്തെ ചെയ്തുകൊണ്ടിരിക്കുക. എന്താ കാരണം? ഇത് മുഴുവൻ ഹരിലീലയാണ്. അതുകൊണ്ടാണ്. കൃഷ്ണപ്രിയ അങ്ങ് ശ്രദ്ധിച്ചു കേൾക്കണം, രാത്രി മനനവും ചെയ്യണം ത്യാഗിയായി. ഊണും ഉറക്കവും വിട്ടാൽ ഹരിപദം എത്തിടും ഭക്തനായി, ജ്ഞാനിയായി മുക്തനായി. കൃഷ്ണപ്രിയനായിട്ടുള്ള അങ്ങ്, ഇനി വക്താവിൻ്റെ കാര്യം പറഞ്ഞു, ഇനി ശ്രോതാവിൻ്റെ കാര്യം പറയാണ്. കൃഷ്ണപ്രിയനായിട്ടുള്ള അങ്ങ് ഇത് ശ്രദ്ധിച്ച് കേൾക്കുക, രാത്രി മനനം ചെയ്യുക. ഊണും ഉറക്കവും ഇപ്പം അങ്ങ് ഉപേക്ഷിച്ചു. കാരണം പ്രായോപവേശം ചെയ്തിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഊണില്ല. പിന്നെ ഉറക്കം കൂടുതലുണ്ടാലേ ഉറക്കം വരും. അങ്ങ് ഇരുന്ന ഇരിപ്പിൽ തന്നെ ഇരിക്കുകയാണ് ഇനി ചെയ്യുക എന്നത് അങ്ങയാൽ നിശ്ചയിക്കപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയം മുഴുവൻ ഇതിനെ മനനം ചെയ്യുകയാണെങ്കിൽ അങ്ങ് ജ്ഞാനിയായിട്ട് മുക്തി നേടും. ഭാഗവതം കേട്ടാൽ ഭക്തനും ആവും. ഇനി ഉദാഹരണങ്ങൾ പറയാണ്. ഖട്വാങ്കൻ 2 മുഹൂർത്തത്താൽ മുക്തനായി, എല്ലാം മറന്നു ലയിച്ചതിനാൽ നൃപാം. 7 ദിവസത്തെ ആയുസ്സുണ്ടങ്ങയ്ക്ക്, ലോകവിഷയങ്ങൾ തീർത്തും കളഞ്ഞിടും. വാർദ്ധക്യമെത്തിയാൽ ഓങ്കാരധ്യാനനായി, പ്രാണനടക്കി ശമദമം നേടണം. ചിത്തമുറയ്ക്കണം സാക്ഷിയാം വിഷ്ണുവിൻ, അംഗപ്രത്യംഗം മനനം ചെയ്തിടണം. ഖട്വാങ്കൻ വെറും 2 മുഹൂർത്തം കൊണ്ടാണ് ഒരു രാജാവാണ്. ദേവാസുര യുദ്ധം കഴിഞ്ഞപ്പോൾ അവിടെ ഇനി മതി എന്ന് ഇന്ദ്രൻ പറഞ്ഞപ്പോൾ അങ്ങേക്ക് എന്താ വരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഖട്വാങ്കന് ചോദിക്കാൻ തോന്നിയത്, ഇനി എനിക്ക് എത്ര ആയുസുണ്ടെന്നാ. അപ്പം ഇനി 2 മുഹൂർത്തമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ എനിക്ക് ഭൂമിയിലേക്ക് പോകണം, മുക്തി വേണമെന്ന് പറഞ്ഞു. 1 മുഹൂർത്തം കൊണ്ട് ഇന്ദ്രലോകത്തു നിന്ന് ഭൂമിയിലേക്ക് എത്തി. 1 മുഹൂർത്തം ഭഗവാനെ ധ്യാനിച്ചു, സ്മരിച്ചു, മുക്തി നേടി. അപ്പോൾ 1 മുഹൂർത്തമേ വേണ്ടൂ.
അപ്പോൾ ശ്രീ ശിവബ്രഹ്മർഷി അതിനൊന്ന് കൂട്ടിച്ചേർത്ത് പറയുകയാണ്, ഒരു പ്രായം കഴിഞ്ഞാൽ, അതായത് ഒരു ചോരത്തിളപ്പ് അങ്ങനെ ഒന്നുണ്ട്, യൗവനത്തിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അത് പക്വത വരാത്തതുകൊണ്ടാണ്. വിദ്യ നല്ല നേടിയ ഒരാൾക്ക് യൗവനത്തിലും പക്വത ഉണ്ടാവും. അപ്പോൾ ആ പക്വത കിട്ടുന്നത് വരെ ഒരു പക്ഷേ ഇങ്ങനെ കുതിരയെ പോലെ ഓടും. അത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൂറ്റൻ കാളയെ പോലെ ഓടും. അതാണ് കഴിഞ്ഞാൽ ഒരു ഇരുത്തം വരും, വിദ്യാവിനയസമ്പന്ന. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ക്രമേണയായിട്ട് ഈ ശബ്ദബ്രഹ്മമായിട്ടുള്ള ഓങ്കാരത്തെ ധ്യാനിച്ചുകൊണ്ട് സദാസമയത്തും അഷ്ടാംഗയോഗാദികളെ ചെയ്തുകൊണ്ട് മഹായോഗികൾ ചെയ്യുന്നത് പോലെ ഭഗവാങ്കൽ മനസ്സ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, വൈരാഗ്യബുദ്ധി ഉറയ്ക്കാൻ വേണ്ടിയിട്ട്, ഇതൊന്നും എൻ്റെ അല്ല, ഇതെല്ലാം ഭഗവാന്റെയാണ്, എൻ്റെ ഈ ശരീരം പോലും ഭഗവാൻ്റെ തന്നതാ, ഈ രീതിയിൽ മനസ്സിനെ ഉറപ്പിക്കണം വെച്ചാൽ കുറച്ചൊരു ശമദമം നേടണം. അതിന് അഷ്ടാംഗയോഗമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇരിപ്പ് ഉറച്ചു കഴിഞ്ഞാൽ ഭഗവാനെ ധ്യാനിക്കുക. അത് അംഗപ്രത്യംഗം, കേശാദിപാദം, പാദാദികേശം. എന്തിനു വേണ്ടിയിട്ടാണ്? മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ലോകവിഷയത്തെ വിട്ടുകഴിഞ്ഞാൽ ആ ഭഗവാങ്കൽ എത്താൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണമാണ് ഇനി പറയുന്നത്. ഈ 14 ലോകത്തെ കുറിച്ച് പറയാണ്. ലോകവിഷയം വിടുവാൻ ഭഗവാന്റെ സ്ഥൂലരൂപത്തെ അറിയണം സാധകൻ. ചിന്ത രജസാൽ ഉറക്കം തമോ ഗുണം നീങ്ങുവാൻ യോഗിയായി തീരണം ഭക്തനായി. നമ്മൾ സാധാരണ മനസ്സുകൊണ്ട് വല്ലാതെ കണ്ട് ചിന്തിക്കും, അത് രജോ ഗുണം കൊണ്ടാണ്. ഉറങ്ങിപ്പോവും, അത് തമോ ഗുണം കൊണ്ടാണ്. എന്നാൽ സാത്വിക ഗുണം കൊണ്ട് ഭഗവത് സ്മരണയോട് കൂടിയിട്ട് ഇരിക്കുകയാണെങ്കിൽ ജാഗ്രത്തിൽ തന്നെ ഭഗവാനുമായിട്ടൊരു സമ്പർക്കം കിട്ടും. അപ്പോൾ നമ്മൾ വേറെ ധ്യാനമൊന്നും വേണ്ട, അല്ലാതെ കണ്ട് തന്നെ ജാഗ്രതയിൽ തന്നെ അത് കിട്ടും. അതന്നെ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ധ്യാനത്തിൽ നേരിട്ട് ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് സാധിക്കും. അപ്പോൾ അതിനാദ്യം ഒരു ഇരിപ്പുറപ്പിക്കണം. പത്മാസനം തൊട്ടിരുപ്പുറപ്പിക്കുകയും ചെയ്യണം പ്രാണായാമങ്ങളെ നിത്യവും. ഏകാഗ്രത നേടി ചിന്തിക്കണം നരൻ സ്വസ്ഥനായൊറ്റയ്ക്ക് ഏറ്റം വലുതിനെ. പഞ്ചഭൂതം അഹം, പിന്നെ മഹത് 7 മാനസവും ചേർത്ത് അഷ്ടാവരണവും ചേർന്നാൽ പ്രകൃതി വിരാട്ടായി കാണണം. 12 അവയവം തന്നെ ഈ രൂപവും. ഇപ്പോൾ കുറച്ച് ധ്യാനാദി കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്നാലേ ആവുള്ളൂ. അപ്പോഴേ മനസ്സാണ്ട് ഉറക്കുള്ളൂ. അപ്പോഴാണ് ഈ പഞ്ചഭൂതങ്ങളെക്കുറിച്ചും പ്രകൃതി, മഹത്ത്, അഹം, ഇങ്ങനെ 8 ആവരണങ്ങൾ, അഹം, മഹത്ത്, അഹം, മനസ്സ്, ഈ 3 കൂടി കഴിഞ്ഞാൽ മായ, അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഒന്നിങ്ങനെ മനസ്സിലാക്കണം. എന്നാലാണ് ഈ വിരാട്ടിനെ ചിന്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ വിരാട്ടിൻ്റെ 12 അവയവങ്ങളെ ധ്യാനിക്കുക. 12 അവയവം തന്നെ ഈ രൂപവും. ഈ 7 ലോകം ഭഗവാനിൽ കണ്ടു നാം ധ്യാനിക്കണം പരമാത്മാവിനെ. ഇതിൽ പാതാളമാകുന്ന പാദമൂലങ്ങളും ശ്രേഷ്ഠം പ്രപദം രസാതല ലോകവും. പാദഞരിയാണിയാണ് മഹാതലം, മേലെ കണങ്കാൽ തലാതലമെന്നുമായി. സുന്ദരം മുട്ടുകൾ രത്നസുതലവും, തൃത്തുട 2 അതല വിതലവും. ഭൂമിയാണല്ലോ ജഘനമായി കാൺമത്, നാഭീഭുവർലോകം അന്തരീക്ഷം തഥാ. സ്വർഗമായി മാർവിടം ഗ്രീവ മഹർലോകം, ശ്രീമുഖമല്ലോ ജനലോകമായതും. നെറ്റി തപോലോകം, സത്യലോകം ശിരസ്, ഇങ്ങനെ ലോകം 14 വിഷ്ണുവിൽ. താഴത്തുനിന്ന് പാദം തൊട്ടിട്ട്, പാദത്തിൻ്റെ അടിഭാഗമാണ് പാതാളമായിട്ട് പറയുക. പിന്നെ രസാതലം എന്നുള്ളത് പ്രപദം, ആമത്തോട് പോലെയുള്ള കാലിൻ്റെ മുകൾ ഭാഗം. പിന്നെ ഞെരിയാണി മഹാതലമായിട്ട്, കണങ്കാല് തലാതലമായിട്ട്, മുട്ടുകൾ സുതലം ആയിട്ട്, തുടകൾ 2 അതലവിതലങ്ങളായിട്ട്, ജഘനമായിട്ട് ഭൂമി, ഭുവർലോകം അന്തരീക്ഷം, നാഭിയായിട്ട്, അതേപോലെ സ്വർഗമായിട്ട് മഹർലോകം, പിന്നെ ജനലോകമായിട്ട് മുഖം, തപോലോകമായിട്ട് ഈ നെറ്റി, സത്യലോകമായിട്ട് ശിരസ്, ഇങ്ങനെ 14 ലോകങ്ങളെ ഈ
പ്രപഞ്ചത്തിൻ്റെ, ഈ വിരാട്ടിൻ്റെ, ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ, ഈ പ്രകൃതിയുടെ അംഗങ്ങളായിട്ട്, അവയവങ്ങളായിട്ട് നമ്മൾ കാണണം. ദേവകൾ കൈകളും ദിക്ക് ചെവികളും അശ്വിനി നാസിക അർക്കേന്ദു കൺകളം അഗ്നിമുഖം താലുമൂലം ജലമതം പല്ലുകൾ സ്നേഹമായി നാവിൽ രസമതം ലോഭവും ലജ്ജയും ചേർന്നുള്ള പുഞ്ചിരി മായയും കാരുണ്യനേത്രത്തിൻ ഭംഗിയും ധർമ്മം സ്തനങ്ങളായി പൃഷ്ഠം അധർമ്മമായി കാലം ഗമനവും മേഘമായി കേശവും വൃക്ഷങ്ങൾ രോമമായി പർവ്വതം അസ്ഥിയും നാഡീ നദികളും വസ്ത്രമായി സന്ധ്യയും ശിഷ്ണം പ്രജാപതി കുക്ഷി സമുദ്രവും മിത്രവരുണന്മാർ തന്നെ വൃഷണവും ശ്വാസമായി വായുവും മുഗുണം കർമ്മവും മൂലപ്രകൃതി വിരാട്ടിൻ ഹൃദയവും രുദ്രൻ അഹം തത്വം സംഘർഷണാത്മകം ചിത്തം മഹത് തത്വം വാസുദേവൻ സ്വയം ചന്ദ്രൻ മനസ്സായ അനിരുദ്ധൻ തന്നെയും ബുദ്ധിവിധി തന്നെ പ്രദ്യുമ്ന ശിക്ഷിതം പക്ഷികൾ കൗശലം പശ്വാദികൾ നഖം മർത്യനിൽ വാസം അസൂരനിൽ വീര്യവും ഗന്ധർവരിൽ സ്വരം ശൂദ്രരായി പാദവും വൈശ്യർ തുടകളും ക്ഷത്രിയർ കൈകളും വിപ്രന്മുഖം ബ്രഹ്മചര്യം ഹൃദയവും ഗാർഹസ്ഥ്യം മധ്യവും സന്യാസമായി ശിരസ് വാനപ്രസ്ഥാശ്രമം മാർവിടമിങ്ങനെ സന്യാസമായി ശിരസ് ധ്യാനിക്കാമീശനിൽ. അപ്പോൾ ഈ രൂപത്തിൽ ഏതൊക്കെ എന്ന് പറയുകയാണ്. കൈകൾ ദേവാദികളാണ്, ദിക്ക് ചെവികളാണ്, അശ്വിനി അത് മൂക്കാണ്, സൂര്യേന്ദ്രന്മാർ കണ്ണുകളാണ്, അഗ്നിയാണ് മുഖം, ബ്രാഹ്മണൻ അഗ്നി ഇത് മുഖമാണ്, പിന്നെ താലുമൂലം അത് രസമാണ്, ജലം പല്ല് സ്നേഹമാണ്, നാവ് അതിൽ രസമായിട്ട്, പിന്നെ ചുണ്ടുകൾ ലോഭം ലജ്ജ, അതേപോലെ ഭഗവാന്റെ പുഞ്ചിരി മായയെ മറികടക്കാനുള്ളതാണ്, കണ്ണ് കാരുണ്യം നേത്രമാണ്, അപ്പോൾ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. സൃഷ്ടിയും സ്ഥിതിയും ഒക്കെ ഇന്ന് വരിക. പുരികങ്ങളൊന്നിങ്ങനെ ചലിച്ചു കഴിഞ്ഞാൽ സൃഷ്ടി നടക്കുകയും ആ പുരികങ്ങൾ ഒന്നുകൂടിയും ചലിച്ചു കഴിഞ്ഞാൽ സംഹാരം നടക്കുക, അത്രയേ ഉള്ളൂ. സ്തനം അത് ധർമ്മമാണ്, പൃഷ്ഠം പിൻഭാഗം അധർമ്മം, കാലം ഭഗവാന്റെ നടത്തം, മുടി അത് മേഘമാണ്, വൃക്ഷങ്ങൾ രോമം, പർവ്വതം അസ്ഥി, നദികൾ അത് നാഡീഞരമ്പുകൾ, വസ്ത്രം സന്ധ്യയാണ്, അതുപോലെ ശിഷ്ണം പ്രജാപതി പരമ്പര, പിന്നെ സമുദ്രമായിട്ട് വയറ്, മിത്രാവരുണന്മാർ വൃഷണം ഈ പരമ്പരയ്ക്കുള്ളതാണ്, ശ്വാസം വായു പ്രാണൻ, പിന്നെ മൂന്ന് ഗുണം സത്വരജ സമോ ഗുണങ്ങൾ അത് കർമ്മമാണ്. ഈ മൂലപ്രകൃതിയുടെ ഹൃദയം വിരാട്ടിൻ്റെ ഹൃദയമാണത് മൂലപ്രകൃതി, തപസ് എന്നാ പറയുക. അഹം രുദ്രൻ, അതേപോലെ സംഘർഷനാണ് അധിദേവത, ചിത്തം അത് മഹത്തത്വമാണ്, അതിൽ വാസുദേവനാണ് അധിദേവത, അധിഷ്ഠാന ദേവത എന്നർത്ഥം. ചന്ദ്രൻ മനസ്സ് അത് അനിരുദ്ധനാണ് അധിഷ്ഠാന ദേവത. ബുദ്ധി അത് ബ്രഹ്മാവാണ്, ബ്രഹ്മാവ് നാരദൻ പ്രദ്യുമ്നൻ അധിഷ്ഠാന ദേവതയായിട്ട് ബുദ്ധിയെ പറയണു. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമ സംഘർഷണായ ച. ഇത് മനഃശുദ്ധിക്കുള്ള മന്ത്രമാണ്. രുദ്രനഹം തത്വം സംഘർഷണാത്മകം ചിത്തം മഹത്തത്വം വാസുദേവൻ സ്വയം ചന്ദ്രൻ മനസ്സായ അനിരുദ്ധൻ തന്നെയും ബുദ്ധിവിധി തന്നെ പ്രദ്യുമ്ന ശിക്ഷിതം. ഇപ്പോൾ അതിൻ്റെ മലയാളത്തിൽ നമോ നമ എന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം എന്നോ ചേർക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രുദ്രനാണ് അഹങ്കാരം, അതിൻ്റെ അധിഷ്ഠാന ദേവത സംഘർഷണൻ. ചിത്തം അത് മഹത്തത്വമാണ്, വാസുദേവനാണ് അധിഷ്ഠാന ദേവത. ചന്ദ്രൻ ക്ഷേത്രജ്ഞനായിട്ടാണ് ചിത്തം വരിക. പിന്നെ ചന്ദ്രൻ മനസ്സ്, അവിടെ അനിരുദ്ധനാണ് അതിൻ്റെ ദേവത. ബുദ്ധി വിധിയാണ് ബ്രഹ്മാവ്, അവിടെ പ്രദ്യുമ്നനാണ് അധിഷ്ഠാന ദേവത. അപ്പോൾ ഈ ഒരു ശ്ലോകം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമ സംഘർഷണായ ച അത് ദിവസേന ചൊല്ലുകയാണെങ്കിൽ അതിൻ്റേതായ ഫലം മനഃശുദ്ധിക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇതിനെ ഒന്ന് അറിയുകയും ചെയ്യാം. രുദ്രൻ അഹം തത്വം സംഘർഷണാത്മകം ചിത്തം മഹത്തത്വം വാസുദേവൻ സ്വയം
ചന്ദ്രൻ മനസ്സായ അനിരുദ്ധൻ തന്നെയും ബുദ്ധിവിധി തന്നെ പ്രദ്യുമ്ന ശിക്ഷിതം. ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം ദ്വിതീയാധ്യായത്തിലെ ഒന്നാമത്തെ അധ്യായത്തിൽ, ദ്വിതീയ സ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ 21-ാമത്തെ ശ്ലോകമായിട്ടാണ് ഇത് ഞാൻ എഴുതിയിരിക്കുന്നത്. പക്ഷികൾ കൗശലം, പറക്കുക എന്നത് ഭഗവാന്റെ കൗശലമായിട്ടാണ്. പശുവാദികൾ, ഈ ആന, പശു, ആട്, പോത്ത് ഇല്ലേ, അതൊക്കെ നഖമായിട്ടാണ്, നഖത്തിൽ നിന്നാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് മർത്യനിൽ നിന്ന് വാസം. അതായത് ഭഗവാൻ നമ്മുടെ മനുഷ്യരുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത് എന്ന തപോരൂപനായിട്ടാണ്, തപോരൂപനായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. അസുരനിൽ വീര്യമായിട്ടിരിക്കുന്നു, ഗന്ധർവരിൽ സ്വരമായിട്ട് പാട്ട് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ശൂദ്രരായിട്ട് പാദവും എന്ന് വെച്ചാലോ സേവനം ചെയ്യുന്നത്, അതാണ്. അത് ഭഗവാന്റെ ഒരു പ്രത്യേക അനുഗ്രഹമാണ്. ശൂദ്രന്മാർക്ക്, സേവനം ചെയ്യുന്നവർക്ക് ഭക്ഷണം മാത്രമേ കൂലിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ധാരണ എന്താ വെച്ചാൽ ഇത് അവമാനിക്കലോ അതല്ലെങ്കിൽ ആ രീതിയിലല്ല. ഭഗവാൻ പറഞ്ഞത് ബ്രാഹ്മണരും ക്ഷേത്രത്തിൽ ശൂദ്രപ്രവൃത്തി ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യണത്? അഭിഷേകാദി കാര്യങ്ങൾ മന്ത്രബോധമായിട്ട് അതിവിസ്തൃതമായിട്ട്, പാലായാലും പനിനീരായാലും മറ്റേ കളഭം ആയാലും ഈ ദ്രവ്യങ്ങളായാലും പലതുണ്ടല്ലോ, തേന് തുടങ്ങിയിട്ടുള്ളതൊക്കെ ഉണ്ട്. അതേപോലെ പഞ്ചഗവ്യം, അതൊക്കെ അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് മറ്റേ വെള്ളം വീഴ്ത്തി ശുദ്ധമാക്കണം. അതൊരു മാർജനം ആണ്, അത് ശൂദ്രവൃത്തിയാണ് ഈ മാർജനം എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ശൂദ്രവൃത്തിക്കും എന്തില്ല? കൂലിയില്ല, ദക്ഷിണയില്ല. പക്ഷേ ഈ അഭിഷേകത്തിന് ദക്ഷിണ ഉണ്ടേ. ഇനി ഇതാണ് പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ അതിനെ ഉൾക്കൊള്ളണമെങ്കിൽ ആ ഒരു തലത്തിൽ മനസ്സെത്തിയാൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ. അതല്ലെങ്കിൽ ഈ ശൂദ്രൻ എന്ന് വിളിച്ചു, അവമാനിച്ചു എന്ന് പറയും. അത് വിവരമില്ലാത്തതുകൊണ്ട്, അത്രയേ ഉള്ളൂ, വിവേകമില്ലാത്തതുകൊണ്ടാണ്. ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ തതോ ഉദയതേ വിവേക എന്ന് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴേ ഭാഗവതത്തിൽ ഈ ഭാഗവതത്തിൻ്റെ പൂർണ്ണാർത്ഥം മനസ്സിൽ വരുമ്പോൾ, ജ്ഞാനം പൂർണ്ണമായിട്ട് വരുമ്പോൾ എല്ലാവരേക്കാളും താഴെയാണ് എന്നുള്ള ഒരു ഭാവത്തിൽ ഈ ജ്ഞാനിക്ക് എത്താൻ കഴിഞ്ഞു വെച്ചാൽ അപ്പോഴാണ് വിവേകമുണ്ടാവുക. അതല്ലെങ്കിൽ ഈ മാനാവമാനങ്ങളെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. കാലില്ലാതെ കണ്ട് നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കണം. 19 അടയാളങ്ങളും ഭഗവാന്റെ തൃപ്പാദത്തിൻ്റെ അടിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ആ സന്ദർഭത്തിൽ പറയാം. അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഈ മാനാവമാനം. അതൊരു അബദ്ധം തന്നെയാണ്. അങ്ങനെ ചിന്തിക്കരുത്. ഭാഗവതം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരിലും ഈ ബ്രാഹ്മണ ഭാവമുണ്ട്. അതിനെ അറിയാതെ കണ്ട് ശൂദ്രഭാവത്തിൽ ചിന്തിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ തുടകളായിട്ട് വൈശ്യര് തുടയിൽ നിന്നാണ് ഉണ്ടായിരുന്നതെന്നാണ്. ക്ഷത്രിയർ കൈകളിലാണ്. അതേപോലെ വിപ്രൻ ബ്രാഹ്മണർ മുഖത്തു നിന്നാണ്. ബ്രഹ്മചര്യം ഹൃദയമാണ്. അതാണ് തപസ് എന്ന് പറയാൻ കാരണം. പിന്നെ ഗാർഹസ്ഥ്യം അത് അരക്കെട്ട് മധ്യഭാഗത്തിലാണ്. സന്യാസം ശിരസ്സാണ്. എല്ലാം ഉപേക്ഷിക്കേണ്ടത് ഈ ശിരസ്സിന് മറ്റേ കിരീടമാക്കാൻ വേണ്ടിയിട്ടാണ്. വൈരാഗ്യമാണ് ശിരസ്സിൻ്റെ അലങ്കാരം. അത് കിരീടമായിട്ട് വയ്ക്കുമ്പോൾ ഇതെല്ലാം എൻ്റെയാണ്, എൻ്റെ താഴെയാണ് എന്നുള്ള അധികാര ചിഹ്നമായിട്ടാണ് കണക്കാക്കുക. രാജാവ് അധികാര ചിഹ്നത്തോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കിരീടം എന്നതിൻ്റെ സങ്കല്പം എല്ലാവരെക്കാട്ടിലും മീതെയാണ് എന്നാണ്. ഇവിടെ കിരീടമാക്കിയിട്ട് തീർക്കേണ്ടത് എന്താണ്? പൂർണ്ണ വൈരാഗ്യമാണ്, സന്യാസമാണ് ശിരസ് എന്നാണ്. ഈ രാജാവും മഹാസന്യാസിമാരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള പൂജയൊക്കെ കൊടുക്കണം. സൂതമഹാശയനെ ഈ ശൗനകാദി മഹർഷിമാർ വിശിഷ്ട പീഠം കൊടുത്തുകൊണ്ട് പൂജിച്ചതുപോലെ മഹാബ്രാഹ്മണരായിട്ടുള്ള മഹാസന്യാസിമാർ സന്യാസിയാകുമ്പോൾ പൂർണ്ണനൂലും കൂടി ഉപേക്ഷിക്കണം എന്നൊരു നിയമം സന്യാസത്തിലുണ്ട്. അതെന്തിനാന്നുള്ളത് അതിൻ്റെ വിധി അറിയുന്നവർക്ക് മനസ്സിലാവും. പക്ഷേ അതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ജാതി മതമൊന്നുമില്ല എന്ന് പറഞ്ഞ് അബദ്ധമാക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണ വെച്ചാൽ അത്ര എളുപ്പമല്ല. ഈ പറയണ പോലെ സന്യാസം എന്നുള്ള അത്ര എളുപ്പമല്ല. അങ്ങനത്തെ സന്യാസിമാരെ
ജ്ഞാനവൃദ്ധന്മാരെ അവരിൽ നിന്ന് നാം അറിയാതെ കണ്ട് ഒരു ജ്ഞാനലബ്ധി നമുക്ക് കിട്ടും. ദക്ഷിണാമൂർത്തി എങ്ങനെയാണോ സനകാദി മഹർഷിമാർക്ക് മൗനവ്യാഖ്യ എന്ന രീതിയിൽ ഒന്നും പറയാതെ കണ്ട് ഈ ജ്ഞാനത്തെ കൊടുത്തത്, അതേപോലെ സാന്നിധ്യം കൊണ്ട് ജ്ഞാനത്തെ കൊടുക്കുന്ന ഭാവമാണ് സന്യാസം. അപ്പോൾ സന്യാസിക്കാണ് തലയിൽ കിരീടമുള്ളത്, രാജാവിനല്ല. ഇത് രാജാവിനും അറിയും, സന്യാസിക്കും അറിയും. അതുകൊണ്ട് അവർ തമ്മിലുള്ള സംവാദം അത് വാക്കുകളെ കൊണ്ടാണോ ഉണ്ടാവുക അതോ മനസ്സുകളെ കൊണ്ടാണോ ഉണ്ടാവുക പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആംഗ്യഭാഷയിലാവും. വളരെ നിസ്സാരമായിട്ടുള്ള ചില ആംഗ്യഭാഷ വലിയ ഒരു വ്യാഖ്യാനമായിട്ട് മാറും. അത് അവിടെ ഇരിക്കുന്ന മഹാപണ്ഡിതന്മാരായിട്ടുള്ള പലർക്കും വിദ്വത് സദസ്സുണ്ട്, അവർക്കൊക്കെ മനസ്സിലാവുകയും ചെയ്യും. അവരാണ് പിന്നെ അതിനെ വ്യാഖ്യാനിക്കുക. രാജാവിനോട് ഇതിൻ്റെ വ്യാഖ്യാനം സംവദിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക. ഇതൊക്കെ വിദ്വത് സദസ്സുകളിൽ പണ്ട് നടന്നായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു വിദ്വത് സദസ്സ് ഇല്ലാത്തത് കൊണ്ട് വലിയ നഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ സന്യാസമാണ് ശിരസ്. വാനപ്രസ്ഥാശ്രമം മാർവിടം എന്ന് വെച്ചാൽ അവിടെ ഈ ചിന്ത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ദ്വന്ദ്വം കടക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ് വാനപ്രസ്ഥം. ശീതം ഉഷ്ണം വെച്ചാൽ തണുപ്പും ചൂടും ശരീരത്തിൻ്റേതായാലും അതേപോലെ മനസ്സിൻ്റേതായാലും രണ്ടും രണ്ട് എന്നുള്ള ഭാവത്തെ ഉൾക്കൊള്ളാറാവണം. മുഴുവൻ പ്രകൃതിയിൽപ്പെട്ടതാണ് ചൂടും തണുപ്പും. അതേപോലെ തന്നെയാണ് ആണായാലും പെണ്ണായാലും ഇത് ഈ ദ്വന്ദ്വത്തെ കടക്കാറാവണം. അപ്പോഴേ ചെറിയ കുട്ടി, ഒരു 6 മാസം ആയിട്ടുള്ള ഒരു കുട്ടി, ആണായാലും പെണ്ണായാലും 2 പേർക്കും എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? ഒരു വ്യത്യാസമില്ല. അതേപോലെയുള്ള ഒരു ദ്വന്ദ്വം കടക്കലാവണം വേണ്ടത് എന്ന് സാരം. അതാണ് ഇങ്ങനെ വർണ്ണാശ്രമങ്ങളെ കൂടി അതിൽ പറഞ്ഞു. ഈ തരത്തിൽ വേണം ഭഗവാനെ ധ്യാനിക്കുവാനായിട്ട്. ഇത്രയും 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് സംസ്കൃതം നല്ലോണം അറിയുന്നവർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. നല്ലോണം അറിയണം, അല്ലെങ്കിൽ പറ്റില്ല. അപ്പം അതിനെ മലയാളത്തിലാക്കുമ്പോൾ, അവനവനെ അറിയുന്നതായിട്ടുള്ള ഭാഷയിലാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കുവാനാവണം ഭാഗവതത്തെ ആശ്രയിക്കേണ്ടത്. അതല്ലെങ്കിൽ ഭാഗവതം ഇങ്ങനെ വായിച്ചു, എന്തേ വായിച്ച് അറിയില്ല. എല്ലാ ആഴ്ചയിലും നാരായണീയം വായിക്കും, എന്തേ വായിച്ച് അക്ഷരമൊക്കെ അറിയും, ശ്ലോകം അറിയും, നന്നായിട്ട് ചൊല്ലുകയും ചെയ്യും. എന്താ അതിൻ്റെ അർത്ഥമുള്ളത്? കഷ്ടിയാവും. അപ്പോൾ അതുകൊണ്ട് വായിക്കുമ്പോൾ ഇത് ഉള്ളിലേക്ക് കയറാൻ പറ്റുന്ന അർത്ഥം അറിയിക്കുന്നതായിട്ടുള്ള ഭാഷയിൽ വെച്ചാൽ നമുക്ക് അർത്ഥം അറിയെങ്കിലല്ലേ അത് മനസ്സിലാവുള്ളൂ. ആ രീതിയിൽ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോൾ ആ വ്യാഖ്യാനങ്ങളെ നല്ലോണം അറിഞ്ഞ് വായിക്കുക. അതല്ലെങ്കിൽ ഇതേപോലെയുള്ള പുസ്തകങ്ങളെ വാങ്ങിയിട്ട് വായിക്കുക. കാണുന്നതിൽ നിന്ന് അന്യമായി ഒന്നുമേയില്ല, ഹരിയുടേതല്ലാതെ പാണ്ഡവാം. ആനന്ദം നേടണം സർവം, ഹരിയുടെ രൂപത്തിലായി കണ്ട് മുക്തി ഇച്ഛിക്കണം. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉപദേശമാണ്. ഈ കാണുന്നത് മുഴുവൻ, കാണുന്നത് വെച്ചാൽ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല, ഇന്ദ്രിയങ്ങളെ കൊണ്ട് നാം അറിയുന്നത് മുഴുവൻ, മനസ്സുകൊണ്ട് ചിന്തിച്ച് സങ്കല്പ വികല്പങ്ങളെ മുഴുവൻ ഭഗവത് പരമായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. അങ്ങനെയാണ് ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. അത് ഭഗവാന്റെ ഇച്ഛയാണ്. ഞാനും അങ്ങും തമ്മിൽ വ്യത്യാസമില്ല, അത്ര ഒന്നായിട്ട് കാണണമെന്ന. അങ്ങനെ ആയാലേ സച്ചിദാനന്ദത്തെ നേടാൻ സാധിക്കുള്ളൂ. ഇന്ദ്രിയ സുഖങ്ങളെ കിട്ടിയിട്ട് കാര്യമില്ല. അത് മുഴുവൻ ഭഗവത് പരമായിട്ട് ഭഗവാന്റെ രൂപമാണ്. അങ്ങനെ മുക്തിയെ ഇച്ഛിച്ചുകൊണ്ട് ഭാഗവതത്തെ ആശ്രയിക്കൂ. കാണുന്നതിൽ നിന്ന് അന്യമായി ഒന്നുമേ ഇല്ല, ഹരിയുടേതല്ലാതെ പാണ്ഡവ. ആനന്ദം നേടണം സർവം, ഹരിയുടെ രൂപത്തിലായി കണ്ട് മുക്തി ഇച്ഛിക്കണം. ഇങ്ങനെ സ്കന്ധം 2 അധ്യായം 1 സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.